പരമതത്വസമീക്ഷാ സത്ര സ്നേഹികളെ, സത്രം കുടുംബാംഗങ്ങളെ, തത്വജിജ്ഞാസുകളെ, ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. ഈ സത്രം ഉദ്ഘാടനത്തിന് പതിവ് പോലെ നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിനെ പുറത്ത് ഇറക്കുകയുണ്ടായി. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. പക്ഷേ ഒരു പുസ്തകവും കൂടി ഇത്തവണ പ്രസിദ്ധീകരിക്കാം എന്ന് ഉദ്ദേശിച്ചിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് സദ്ഗുരു സാന്നിധ്യം എന്നാണ്. എൻ്റെ വ്യക്തിഗതമായ ഒരു നിർബന്ധമാണ് ഈ പുസ്തകം നിങ്ങളെല്ലാവരും പിന്നെ എത്രയും പേരും വായിച്ച് മനസ്സിലാക്കണമെന്ന്. വലിപ്പമുള്ള പുസ്തകമല്ല, ചെറുതാണ്. എന്താ അങ്ങനെ സ്വാമിജിക്ക് തോന്നണത് എന്ന് പറഞ്ഞാൽ, എല്ലാ പുസ്തകവും ഒരുപോലെയല്ലേ? ഒരു നിലയ്ക്ക് ഒരുപോലെയാണ്, പക്ഷേ ഇത് വിശേഷപ്പെട്ടതാ. എന്താ കാരണം? ഈ നമ്മുടെ കേരളത്തിൽ കൂടുതലും ക്ഷേത്രഭക്തന്മാരും ഈശ്വരഭക്തന്മാരുമാണ്. അതിനപ്പുറം അതാണ് ഗുരുഭക്തി. ഈ ഗുരുഭക്തിയെപ്പറ്റി ശ്രീകൃഷ്ണൻ പ്രത്യേകിച്ചും പറയുന്നുണ്ട് ഉദ്ധവനോട്. ഗുരുദേവതാത്മാ എന്നാണ് ഗുരുവിനെ ചിത്രീകരിക്കുന്നത്. ഗുരു വാസ്തവത്തിൽ ദൈവമാണ്, തൻ്റെ അന്തരാത്മാവുമാണ്. ഈ ദൈവത്തിനെയും ആത്മാവിനെയും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ആരാ കാണിച്ചു തരിക? അതിനാണ് ഒരു സദ്ഗുരുവിൻ്റെ ആവശ്യം. ആ സദ്ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ പോകുന്നത് എപ്പോൾ, എന്തിനു വേണ്ടി, അവിടെ പോയാൽ എന്തുണ്ടാവുന്നു, ഗുരു ശിഷ്യൻ ഇത് രണ്ടും കൂടിയുള്ള ഒരു ബന്ധമുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ വിവിധ വശങ്ങൾ എന്ത്, എപ്പോഴാണ് ഗുരുശിഷ്യ ബന്ധം പൂർണ്ണമാവുക, അതിൻ്റെ തനിമയോടുകൂടി അത് ഉദ്ദേശവും ലക്ഷ്യവും എന്തോ അത് നിർവഹിച്ചു തരുന്നത് എപ്പോൾ, ഇത്രയ്ക്ക് വിലപ്പിടിച്ചതും മഹത്വമാണോ ഗുരുശിഷ്യ ബന്ധം? അപ്പോൾ ഈ ഗുരു ആരാ? ഹിന്ദിയിൽ അവർ പറയും, ഗോവിന്ദനും ഗുരുവും അടുത്തടുത്ത് നിന്നാൽ ആരുടെ കാല ഞാൻ മുമ്പ് പിടിക്കുക എന്ന്. അത്ര വിശേഷപ്പെട്ടതാണ് ഗുരുവിനുള്ള സ്ഥാനം. ഇതെങ്ങനെ സാധാരണക്കാർ മനസ്സിലാക്കും? അവർ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ സദ്ഗുരു സാന്നിധ്യം എന്ന് പറയുന്ന പുസ്തകം. അതിൽ ഞാൻ എഴുതിയ ഭാഗങ്ങളാണ് ഒരു നിലയ്ക്ക് കൂടുതൽ. പിന്നെ നമ്മുടെ ശിഷ്യൻ നിർവിശേഷാനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട്. നമ്മുടെ അമ്മ മാ ഗുരുപ്രിയ അവരും എഴുതിയിട്ടുണ്ട്. ഈ 3 പേരും അവരവർക്കുള്ള ഗുരുഭക്തിയെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ഭക്തി എങ്ങനെ തുടങ്ങി, എങ്ങനെ വളർന്നു, എങ്ങനെ പ്രകടമായി, എന്താണ് ഈ ഗുരുസാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ആ ഗുരുസന്നിധിയിൽ ശിഷ്യൻ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് പെരുമാറുക, എങ്ങനെയാണ് ഗുരു ശിഷ്യൻ്റെ മനസ്സിനെയോ ബുദ്ധിയെയോ സ്വാധീനിപ്പിക്കുന്നത്, ഉത്സാഹിപ്പിക്കുന്നത്, അതിന് കൂടുതൽ ജ്ഞാനവും അനുഭവമെല്ലാം ഉണ്ടാക്കി പൂർണ്ണമാക്കി തീർക്കുന്നത്, ഈ വക കാര്യങ്ങൾ ഒളിവും മറവുമില്ലാതെ പറഞ്ഞിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. നമ്മുടെ പുതിയ സ്വാമിജിയും നൂതൻ സ്വാമിജിയും അമ്മയും കൂടിയിട്ടാണ് അതിൻ്റെ ബംഗാളി തയ്യാറാക്കിയത്. അത് പൂർണ്ണാശ്രം ദക്ഷിണ ഖണ്ഡത്തിൽ കഴിഞ്ഞ കൊല്ലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ നാട്ടിലുള്ളവർക്ക് ബാബാവിനെ പറ്റി ഒന്നും അറിയില്ല. എന്താ, അദ്ദേഹം സമാധിയായിട്ട് 42 കൊല്ലമായല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ എഴുതിയതാണ്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത് മലയാളത്തിലാക്കി നമ്മുടെ ഭക്തന്മാർക്ക് എല്ലാവർക്കും വായിക്കാൻ ലഭ്യമാക്കണമെന്ന്. ഞാൻ തന്നെയാണ് ബംഗാളിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. അത് വായിച്ച് കേട്ട് അതിൽ വിട്ടുപോയതും എല്ലാം കൂട്ടിച്ചേർക്കാൻ സഹായിച്ചതൊക്കെ അമ്മയാണ്, മാ ഗുരുപ്രിയ. അത് ഇതിനെപ്പറ്റി ഞാൻ ആ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പുസ്തകം നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ കൃതാർത്ഥതയുണ്ട്. നമ്മുടെ വരുന്ന ഗുരുപൂർണിമയ്ക്ക് അത് ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കണം എന്ന് വിചാരിച്ച ഞാൻ മലയാളത്തിലുള്ള പ്രസിദ്ധീകരണത്തെ ഇംഗ്ലീഷിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വിശേഷം എന്താണെന്ന്. ഈ വിശേഷത്തെ അതേ രൂപത്തിൽ ധരിച്ച് നിങ്ങളെല്ലാവരും ആ പുസ്തകത്തിൻ്റെ ഒരു പ്രതി കൈക്കലാക്കി
സ്വയം വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളണം. അതേസമയം ഓരോരുത്തരും ചുരുങ്ങിയത് 5 or 10 പേർക്ക് കൂടി ഈ പുസ്തകം ലഭ്യമാക്കി തീർക്കണം. അത്ര വിശേഷപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് കേൾക്കുന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അങ്ങനെ അല്ല എന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും എനിക്കില്ല വേറൊരു തോന്നൽ. ഇത് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചു. എല്ലാവർക്കും മനസ്സായ എൻ്റെ ആലിംഗനവും ആശീർവാദവും. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു.